ഹായ് ഹലോ, എന്തൊക്കെ വിശേഷം? എല്ലാവർക്കും സുഖമാണോ? അങ്ങനെ നമ്മുടെ SIR-ൻ്റെ ഫോം പൂരിപ്പിക്കലും കൊടുക്കലും വാങ്ങലും എല്ലാം തന്നെ ഏകദേശം തീർന്നു വരികയാണ് കേട്ടോ. ഇനി കുറച്ച് മാത്രമേ ഉള്ളൂ. മാഷാ അല്ലാ. അപ്പോൾ നമ്മൾ ഒരുപാട് എന്താ പറയുക, ഒരുപാട് റിസ്ക് എടുത്തിട്ടാണ് പല സ്ഥലങ്ങളിലും പോയിട്ടുള്ളത്. കാടും മലയും ഒന്നും നോക്കിയിട്ട് കാര്യമല്ല. എല്ലാ മലകളിലാണെങ്കിലും നമ്മുടെ ആദിവാസി കോളനികളിലൊക്കെ നമ്മൾ എത്തണം എന്നാണ്. അവിടെ ചെന്നാൽ സത്യം പറയുകയാണെങ്കിൽ ഞാൻ ഈ ഒരു കാര്യത്തിന് ആദ്യമായിട്ടാണ് ഇവരെ കുടുംബത്തിലേക്ക് ഞാനിങ്ങനെ ഇറങ്ങി ചെല്ലുന്നത്. അവിടുത്തെ അവസ്ഥകളും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് ഒരുപാട് വിഷമം തോന്നും കേട്ടോ. കാരണം നമ്മളൊക്കെ ഈ ദുനിയാവിൽ എത്രയോ ഭാഗ്യവാന്മാരാണ് നമ്മൾ എന്നൊക്കെ തോന്നും. അവരുടെ അകത്തുള്ള കാര്യങ്ങളും അവസ്ഥകളൊക്കെ അറിയുമ്പോൾ എനിക്ക് ഒരുപാട് വിഷമം തോന്നി. ആദിവാസികളാണെങ്കിലും അവർക്ക് നമ്മളെപ്പോലെ മനുഷ്യരാണല്ലേ. അവർക്ക് മക്കളുണ്ട്, മാതാപിതാക്കളുണ്ട്, വയ്യാതെ മൂലയിൽ കിടക്കുന്നുണ്ട്. മരുന്നോ ഒന്നുമില്ല. പനി വന്നാലും എന്ത് അസുഖം വന്നാലും അവർക്ക് മരുന്നോ കാര്യങ്ങളൊന്നും ഹോസ്പിറ്റലിലൊക്കെ ഒന്നും പോകണില്ല. ശ്വാസം മുട്ടൊക്കെ അനുഭവിച്ച് കിടക്കുന്ന രോഗികളൊക്കെ എനിക്ക് കാണാൻ പറ്റി. അതൊക്കെ എനിക്ക് ഒരുപാട് വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമായിരുന്നു. പിന്നെ ഞാൻ ഒരാൾ വിചാരിച്ചിട്ടൊന്നും കാര്യമില്ലല്ലോ. ഇവരൊക്കെ ഇതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ നമ്മൾ എല്ലാവരും വേണം. നമ്മൾ എല്ലാവരും ശ്രമിക്കണം. അപ്പോഴായിരുന്നു അവർക്കൊക്കെ ഒരു മോചനം ഉണ്ടാവുള്ളൂ. എന്താ പറയുക, ഡെലിവറി കഴിഞ്ഞ് കിടക്കുന്ന ഒരു കുട്ടിയെ എനിക്ക് കാണാനിടയായി. ഡെലിവറി കഴിഞ്ഞിട്ട് ആകെ 15 ദിവസമായിട്ടില്ല. അവിടുത്തെ അവസ്ഥ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നി. ആദിവാസികളാണ്. അവരുടെ ഹസ്ബൻഡ് നമ്മളെ പോലെയൊന്നും അല്ലല്ലോ അല്ലേ. അവരൊക്കെ വൈകുന്നേരം ആയാൽ എന്താ പറയുക, അവർക്കൊരു സുബോധമൊന്നും ഉണ്ടാവില്ല അവിടുത്തെ പുരുഷന്മാർക്കല്ലേ. അതൊക്കെ സഹിച്ച അടിമകളെ പോലെ നിൽക്കുന്ന സ്ത്രീകളാണ് അവിടെ ഉള്ളത്. ഞാൻ പറയാം, നമ്മുടെ സ്ഥാനത്തൊക്കെ ആണെങ്കിൽ നമ്മളെ പോലെയുള്ള കുറച്ച് ആൾക്കാരൊക്കെ ആണെങ്കിൽ നമ്മൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടും എങ്ങോട്ടെങ്കിലും. ഇത് ഈ കുഞ്ഞു മക്കൾ, ഓരോ വയസ്സിന് മാത്രം വ്യത്യാസമുള്ള കുഞ്ഞു കുഞ്ഞു മക്കളുള്ള കുടുംബങ്ങളിലൊക്കെയാണ് നമ്മൾ ചെല്ലുന്നതും അവിടുത്തെ അവസ്ഥകളൊക്കെ കാണുന്നത്. ഏതായാലും അവർക്കൊക്കെ നല്ല വീടൊക്കെ ഉണ്ടാവട്ടെ. പഞ്ചായത്തൊക്കെ അവരോട് ഹെൽപ്പ് ചെയ്ത്, പഞ്ചായത്തിൻ്റെ ഹെൽപ്പൊക്കെ ഉണ്ടായിട്ട് അവർക്ക് നല്ല വീടൊക്കെ ഉണ്ടാവട്ടെ. അതൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ മാഷാ അല്ലാ, എനിക്ക് എൻ്റെ ഡ്യൂട്ടി ഏകദേശം വർക്കുകളൊക്കെ തീർന്നു. ആ ഒരു സന്തോഷം സമാധാനമൊക്കെ ഉണ്ട്. ഒരുപാട് ക്ഷീണിച്ച് നമ്മൾ അവശയായിട്ടുള്ളൊരു ജോലി തന്നെയാണ് ഇട്ടത്. അപ്പോൾ ഇതിൻ്റെ ബാക്കി വീഡിയോസുമായിട്ട് ഞാൻ ഇനിയും വരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര